നമ്മളെ ഡെയിലി ലൈവിന്റെ റൂട്ടീനുകളിലേക്ക് നമുക്ക് പോകാം. മങ്കിയിലേക്കും കാര്യങ്ങളിലേക്ക് നമുക്ക് കയറാനുണ്ട്. ഓക്കെ, മങ്കി കയറിയാലോ എന്നാ? പിന്നെ മങ്കി കയറാം. ആഫ്റ്റർ എ ലോങ് ടൈം വി ആർ പുതിയ കിങ് എത്തിയല്ലോ. പുതിയ കിങ് ബാക്ക് ടു പുതിയ കിങ് ഇരിക്കട്ടെ ആദ്യം. ഇതൊരു ലോക്കിംഗ് അല്ലേ? ഇതൊരു ലോക്കിംഗ് അല്ലേ? ഇരിക്കട്ടെ, നോക്കാലേ നമുക്ക്. ഇതിനെ കൊണ്ട് കുട്ടിയെ കൂടുതലാണ്. നീ എന്താ പറയുന്നത്? നമ്മൾ ഉണ്ടാക്കി വെച്ച ലെഗസി മങ്കിയില് നോക്കട്ടെ. പുതിയ കിങ് ഇവർ പറയുന്നുണ്ടല്ലോ, ഒന്ന് ഇരുത്തട്ടെ. നമ്മളെ മങ്കിന്റെ അത്ര ഇവന് എന്തിന് വെറുതെ ആൾക്കാർ പറയട്ടെ. ഇതൊരു നൗവാന്ന് സ്പാം ചെയ്യുന്ന. ഒരു മിനിറ്റ് എന്നാ പിന്നെ കാണാം. എന്റെ പൊന്ന് മോനെ, ഇതെന്താന്ന് ചാറ്റ് മൊത്തം നൗ പറഞ്ഞാ നിങ്ങക്ക് ഇവരെ കൺട്രോൾ ചെയ്യാൻ അറിയാന്ന്. മൂഞ്ചിയല്ല നീ ചാറ്റിനെ കൺട്രോൾ ചെയ്യാൻ അറിയാം. അല്ല, ഇവരെ ഇതാക്കുമ്പോ സ്പാം ചെയ്യുമ്പോ ഇതാക്കാൻ അറിയാം. അവിടെ സ്ട്രീം ഞാൻ 3 കൊല്ലം സ്ട്രീം ചെയ്യുന്ന എനിക്ക് അതിന്റെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് കൺട്രോൾ എന്നല്ല, ഞാൻ ഇതില് മൂഞ്ചിപ്പോ. ഇവരിങ്ങനെ പറയുമ്പോ ഞാൻ ഇതില് മൊത്തത്തിൽ മൂഞ്ചിപ്പോ. ഇതിലെന്താ മൂഞ്ചാണല്ലോ? ഇത് അത്ര മോശമായിട്ടുള്ള കാര്യമാണ്. അങ്ങനല്ല, നമുക്കിപ്പൊ നീ ഇപ്പം പറഞ്ഞല്ലോ ഇതിക്ക് ലാസ്റ്റ് ചെയ്യണമെന്ന്. പക്ഷെ ഇവർ വിടൂല. എന്നാ പിന്നെ ഞാൻ സ്റ്റാൻഡിൽ നിൽക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, നടക്കൂല അങ്ങനെ. ഞാൻ പറഞ്ഞതാ ഇവരെ കൺട്രോൾ ചെയ്യുന്നുണ്ടോ? ഇപ്പൊ ഞാൻ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഗൈസ് ഓക്കെ, ഇപ്പൊ എല്ലാരും നൗ പറഞ്ഞ സ്പാം ചെയ്യുന്നുണ്ടല്ലോ. ഗൈസ് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോ മങ്കിയിലേക്ക് കയറാൻ പോയത്. ഓക്കെ, മങ്കിയിൽ എന്ന് പറഞ്ഞാൽ നമ്മള് പണ്ടത്തെ വൈബുകളെല്ലാം നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ പോയത്. മനസ്സിലാവും? അപ്പൊ മങ്കിയിൽ കയറിയിട്ട് അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ലൈവ് എൻഡ് ചെയ്യില്ലേ? ലൈവ് എൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഷെയ്ക്കിന്റെ വീഡിയോ കണ്ടിട്ട് രോമാഞ്ചം എടുത്തിട്ട് അങ്ങനെ തന്നെ കടന്നു തുടങ്ങാം. എങ്ങനെയുണ്ട്? അതല്ല നല്ലൊരു വഴി അല്ല? ഇപ്പൊ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ നീ ആലോചിച്ച് നോക്കിയാൽ ഇപ്പൊ ഈ വീഡിയോ എത്ര മിനിറ്റ് ഉണ്ടല്ലോ? ഇപ്പൊ നിങ്ങൾ കാണാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് നല്ല രസമുണ്ട്. ഇത് 9 മിനിറ്റ് ഉണ്ട്. 8 മിനിറ്റ് 59 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 9 മിനിറ്റാ മൊത്തം. ഈ 9 മിനിറ്റ്, ഈ 3 മിനിറ്റ് 4 മിനിറ്റ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് അടക്കം ഇത് ചടപ്പാന്ന് തുടങ്ങും. എനിക്ക് ഓൾറെഡി 2 മിനിറ്റിൽ തന്നെ ചടപ്പാവും. അത് വേറെ കാര്യം. എനിക്ക് ഇങ്ങനെ ലോങ് വീഡിയോ കണ്ടിരിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ലാസ്റ്റ് നമുക്കിത് കാണാം. ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു അരമണിക്കൂർ നമുക്ക് മങ്കി കയറുന്നു. മങ്കിയില് നമ്മള് ജസ്പാക്കി ഒന്ന് ഇരുത്തി നോക്കട്ടെ. ഈ കുണ്ണ 24 അവർ സ്ട്രീം തന്നെ കിട്ടണേ. 24 മണിക്കൂർ സ്ട്രീം തന്നെ കിട്ടണേ. ആവേശം. Providing the audience with the best live dressing down there. പിന്നെ കണ്ടിട്ട് Nina GL ഒന്ന് സപ്പോർട്ട് ആക്കുവോ 1000 പോയിന്റ്. അങ്ങനെ അത് കുഴപ്പമില്ല. ഉള്ളത് വെച്ചാൽ സമാധാനമായില്ലടാ നായ്ക്കളെ. നൗ സ്പാം ചെയ്തിട്ട് നിങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ. അങ്ങനെ ചാറ്റ് ജയിച്ചു, നീ തോറ്റു. ചെയ്തോ ഇവനല്ലേ കാരണക്കാരൻ? നായിന്റെ മോനെ 24 നായിന്റെ മോനെ തെറിയല്ല. നായിന്റെ മോനെ അനക്കെങ്ങാനും 24 അവർ സ്ട്രീം എങ്ങാനും പണിഷ്മെന്റ് കിട്ടിക്കഴിഞ്ഞാ 24 മണിക്കൂർ നീ എന്റെ തൊട്ടടുത്തിരിക്കണം. നിന്നെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കും. മാറി ഞാൻ കറക്കിക്കോളാം. അപ്പൊ ഈ കാല് സ്പേസിൽ വന്നാ ഒന്നും ചെയ്യണ്ടല്ലോ. ചേട്ടൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? ഇത് ഫസ്റ്റത്തെ കംബാക്ക് സ്ട്രീം അല്ലേ? ഒരു ട്രയൽ ആയിട്ട് കൂട്ടിക്കൂടെ? ഇത് ട്രയലാണ്. നമ്മള് ക്രിക്കറ്റിലെല്ലാം ട്രയൽ ബോൾ എറിഞ്ഞിട്ട് ഔട്ടായ കൂട്ടൂലല്ലോ. ഇത് അതുപോലെ ട്രയലില്ലല്ലോ. നോ സ്പിൻ. ആര് ചെയ്ത ഇതാ നീ നോ സ്പിൻ എടാ അത് ഇതൊക്കെ വരുമ്പോ ഇത് കാണണ്ടേ? എല്ലാരും കഴിയട്ടെ. ചാറ്റ് മൊത്തം നോ സ്പിൻ. എന്റെ
ചാറ്റാണ് കോടതി, ചാറ്റാണ് ജഡ്ജി. ചാറ്റ് പറയുന്നതിന്റെ അപ്പുറത്തില്ല, മനസ്സിലാവും. പോളെന്നിടാൻ ആരും പറ്റില്ല. അല്ലല്ല പോളിടണം. അപ്പൊ അടുത്ത കാര്യത്തിലേക്ക് പോവാം. ഇതാണ് എന്റെ കാര്യം. ഇക്വാലിറ്റി വേണം. ജഡ്ജി ആരാ പോളിടാണ്ട് വേറെ പരിപാടിയില്ല മുത്ത. പോളിടാണ്ടുള്ള പരിപാടിയില്ല. ഡു പണിഷ്മെന്റ് യെസ് നോ പണിഷ്മെന്റ് ഓർ നോ പണിഷ്മെന്റ് അല്ല. നിങ്ങൾ അല്ല ഇപ്പൊ ചാറ്റ് എല്ലാരും മാക്സിമം യെസ് തന്നെ ഇട്ടോ. ഇപ്പൊ ഇത് ചാറ്റിന്റെ കളികളല്ലേ. എടാ സ്പിന്ന് ചെയ്യേണ്ട വന്ന ചാറ്റ് നിങ്ങൾ ആലോചിക്കണം. സ്പിന്ന് ചെയ്യേണ്ട വന്ന നല്ലതാ, അടിപൊളി. പിന്നെ സ്പിന്നില്ലാണ്ട് എന്ത് ജീവിതം? ഞാൻ കാണട്ടെ, സ്പിന്നില്ലാണ്ട് എന്ത് ജീവിതം? സ്പിന്ന് ചെയ്താൽ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം ഞാൻ ഒരു പരിഹാരം ചെയ്യാൻ ചാറ്റ് ഇതിലുള്ള പണിഷ്മെന്റുകൾ വേറെ ആർക്കെങ്കിലും ആണെങ്കിൽ ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും ആണ് പണിഷ്മെന്റ് കിട്ടുന്നെങ്കിൽ ഓക്കെ. എനിക്ക് പണിഷ്മെന്റ് കിട്ടിയ സ്ട്രീം ലൈവ് മൂഞ്ചിപ്പോ ഇതില് ഉള്ള സാധനം നോക്കിയ 24 hour സ്ട്രീം ഷഡ്ഡി ഡാൻസ്. നിങ്ങൾ ആലോചിച്ചോക്കണം ഷഡ്ഡി ഡാൻസ് എങ്ങാനും വന്നില്ലെങ്കിൽ ഞാൻ പിന്നെയും പഴയ പോലെ മറ്റേ ഓൾഡ് തൊപ്പി മോഡിലേക്ക് പോകേണ്ടി വരും. എന്റെ കരിയർ പോകും. ട്രൗസർ ഇട്ടോ. അത് വന്നതിനെ ട്രൗസർ ഇട്ടോ. കാണിച്ചെടുത്തിട്ടുണ്ടല്ലോ, ആ പണിഷ്മെന്റ് ഞാൻ ചെയ്തോളാം നിനക്ക് വേണ്ടിട്ട്. ഇതിലുള്ള എല്ലാ അടിപൊളി അങ്ങനെയൊന്നുമില്ല. ഒരു മിനിറ്റ് ഇല്ല. പുതിയ പടത്തലവൻ നടക്കൂല. ഇതെന്താ ഫുട്ബോൾ സബ്ബർക്കാൻ വേണ്ടിട്ട് അവൻ നടക്കൂല. ഞാൻ ചെയ്യും. ഫുട്ബോളല്ല സബ്ബർക്കാൻ. ആ പരിപാടി പടത്തലവനായി അച്ഛനാണ് നിയമിച്ചിരിക്കുന്നു. ഇപ്പൊ ഷഡ്ഡി ഇട്ട് തുള്ളിക്കോ. ഞാൻ തുള്ളും. ഷെഡ് ഇട്ട് തുള്ളു. അതിനിപ്പോ എന്താ ഇപ്പൊ തുള്ളണോ? എന്നാ അടുത്ത എന്റെ പണിഷ്മെന്റ് കിട്ടുമ്പോ ഷമീർ നീ ഏറ്റെടുക്കണേ. നിന്റെ കിട്ടുമ്പോ പിന്നെ വേണ്ട. ഏറ്റെടുക്കും. ആണോ? എന്നാ ആദ്യമായിരിക്കാൻ വരാൻ നോക്കട്ടെ. പോളം കിട്ട സമയം കളയാണ്ട് പോളം കിട്ട ഇതിന്റെ കൊറേ കൺവിൻസ് ചെയ്യുന്ന പരിപാടി ഉണ്ട്. ഇതെന്താ പിച്ചക്ക് പോതാ നീ റെഡി 3 2 1. ഇതിപ്പോ മൈക്ക് പോയത് മൈക്കെല്ലാം പോയില്ലേ? അച്ചായന്റെ വരവോട് കൂടിയിട്ട് എല്ലാരും വോട്ട് ചെയ്താ നോ ഇക്വാലിറ്റി. അത് മാത്രമേ ഇങ്ങനെ പറയാനുള്ളൂ. നോ ഇക്വാലിറ്റി. ഇത് നിങ്ങൾ പാർഷ്വാലിറ്റി കാണിച്ച ഇത് എൽ ചാറ്റ്. പിന്നെ ഒരു റൂൾ ഇവിടെ നടക്കൂല. ഇനി മാറൂല. ഡബ്ല്യു ചാറ്റ് ഇതാ പറഞ്ഞ ചാറ്റാണ് പൊളി. മുത്തേ ഐ ലവ് യു. നീ ധൈര്യമായിട്ട് പണിഷ്മെന്റ് ഇല്ല. ഓക്കെ, ചാറ്റിന്റെ തീരുമാനത്തെ ഞാൻ ഇരു കൈയും നീട്ടി സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. എന്നെ അറസ്റ്റ് ചെയ്യോ? സബ്ബൊന്നുമില്ല. അച്ഛൻ സബ്ബിക്കുന്ന പരിപാടി ഒന്നുമില്ല. എന്നെ അറസ്റ്റ് ചെയ്യോ? ജാമ്യം എടുത്തു. അറസ്റ്റ് ചെയ്യാനാടാ നാറി. നീ പിന്നെ കൊറേ ഓവറാക്കണ്ട്. ഞാൻ നിനക്കെല്ലാം വേണ്ട. ഞാൻ ധീരതയോട് ഇത് ഏറ്റെടുക്കും. എനിക്ക് കാരണം ചുവന്ന ഹൃദയം
Glad to see you back, bro. We miss the real king. കിരീടം ചുവന്ന ഹൃദയം ആലിംഗനം ചെയ്യുന്ന ആളുകൾ WBTW. എല്ലാം മാറിക്കോളൂ. മുത്ത ബിസ്മില്ലാ 24 മണിക്കൂർ കിട്ടണേ റബ്ബേ. അതാണ് എന്റെ ആഗ്രഹം. വേറെന്താ കുറച്ചും കൂടി കട്ടിയുള്ള എന്താ ജോളോ ചിരിയല്ലിപ്പം ആയും അതാലോചിക്കുമ്പോ നോ പണിഷ്മെന്റ് മതി. നോ പണിഷ്മെന്റിലേക്ക് പോ. നോ പണിഷ്മെന്റ് അല്ലാ. കാരണവശാലും ഷഡ്ഡി ഡാൻസ് വരല്ലേ അല്ലാ. നോ പണിഷ്മെന്റ്. പറ്റൂലേ അയ്യോ അതന്നെ ഇല്ല. ഓ നോ പണിഷ്മെന്റ്. ഒരു സ്കെയിൽ എടുക്ക്. ഡ്രോ അല്ല ഇതിലാണ് മഞ്ഞ കാലിലുള്ളത്. അല്ലല്ല ഇത് വേണം അളവെടുത്ത് നോക്കിക്കോ. ഏറ്റവും കൂടുതൽ സൂം ചെയ്തോ ഒരു സീനും ഇല്ല. മഞ്ഞലാണ് കൂടുതലുള്ള. അപ്പൊ കാല് നോ പണിഷ്മെന്റ്. അപ്പൊ ചട്ടകെടുത്തോ. പക്ഷെ 24 അല്ലേ അല്ലെങ്കിൽ റീസ്പിന്നെ ഒന്നുമില്ല. റൂൾ ഈസ് റൂള്. ഒന്നുമില്ല. 24 വന്നത്. ഓക്കെ ഗൈസ് നിങ്ങൾ കാണുന്നില്ലേ? ഇതാ ഏതിലാ ഉള്ളത് കൂടുതലും? ഇതാ മഞ്ഞലാ ഉള്ളത് കൂടുതലും. അതെങ്ങനെ കുഴപ്പമില്ല. ഷഡ്ഡി വന്നിട്ടില്ലല്ലോ, അതന്നെ സമാധാനം. എന്താണ് ചട്ടം വായിപ്പിക്കുക? എന്താന്ന് വെച്ചാ ചെയ്യും. എന്താ രണ്ടാമത്തെ ഓപ്ഷൻ? എന്താ ചട്ടവും മതി. ഗ്യാസിന്റെ മുകളിൽ വെച്ചിട്ട് ആ കരിയല്ല ഇവൻ പറ്റട്ടെ. വല്ലാണ്ട് ആഗ്രഹിച്ചു മെൽവിനപ്പേക്ക് വന്നാ അസ്പാക്കാണ് കൂടുതൽ ആവേശം. എന്താ ചെയ്യുന്ന നോക്കിയാ പ്ലീസടാ. ചൂടായിക്കോ, നല്ലോണം ചൂടായിക്കോ. അത് പോരാ. ഇത് ഇവരെന്താ ചെയ്യുന്നറിയാ? ഓറഞ്ച് കളർ വരട്ടെ ചൂടായിട്ട്. അല്ല അതെ ഞാൻ പറയുന്നത് കുണ്ടി പൊള്ളിയിട്ട് ഉള്ളിലേക്ക് ഇത് കുറച്ച് പോകണം. അല്ല ചോര വരുത്തി ചോര വേണ്ട, ചുവപ്പ് കളറായാ മതി. പൊരിക്കാൻ പറ്റുമോ? ഇതില്ലേ അവിടെ പൊള്ളണം. മതി വെച്ചോ. ഓ പരിപാടി ഇത് ഇത് ഭയങ്കര ഡേഞ്ചർ ആണ്. ആലോചിക്കട്ടെ ഞാന്. അല്ല വേറൊരു കാര്യമുണ്ട്. നിനക്ക് വെയിറ്റ് ആക്ക്. തണുക്കാൻ വേണ്ടല്ല, ഒന്ന് വെയിറ്റ് ആക്ക്. അല്ല വേറൊരു കാര്യം. വേറൊരു സംഭവം ഉണ്ട്. നീ ശരിക്കും കൺവിൻസ് ആയിരുന്നേ. പുതിയ കിങ് നീയാന്ന്. സമാധാനമല്ലോ അങ്ങനെ യാതൊരു ഇതുമില്ല. കുണ്ടി കൊടുക്കുക. ഇതെന്താ ഇത്? ഫോൺ മൂവിയാ? മാറ്റി ഇങ്ങോട്ട് ബാക്ക് കാണിക്കും. അങ്ങനെ യാതൊരു ഇതില്ല. അത്ര ചൂട് വേണ്ട, കുറച്ച് അല്ലല്ല ഭയങ്കരമായിട്ട് അത്ര അച്ഛന്റെ കുട്ടി ഇതെന്താ അൽഫാമാ? ഇയാളെന്താ ഇത്? കാഴ്ച കൂടി കണ്ട് തണുക്കുക. വെച്ചോ കുണ്ടി കാണിക്കാൻ പറ്റില്ല. ശ്രീമാൻ
എന്തിനാടാ പാവം, എന്തിനാടാ സ്പാക്കെ, എന്തിനാടാ ഇങ്ങനെ ദ്രോഹം ചെയ്യുന്നത്? എന്തിനാടാ? ഐസ് അത് ഭയങ്കര പൊള്ളലായിരുന്നു. ചട്ടത്തിൽ തൊലി വെച്ച് പണിഷ്മെന്റ് ആണ് ചാറ്റ് പറഞ്ഞു. ഇത് കൊല്ലാൻ പോലെ പരിപാടിയാണ്. നാളെ നമുക്കും ഇത് കിട്ടും, നാളെ നമുക്കും ഇത് കിട്ടും. എടാ നാളെ മോനെ ഭയങ്കര മാറ്റണം. മതി 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 മതിയടാ. മതി മതി മതി. ഉള്ളിലിടല്ല പ്ലീസ്. തമാശ കളിക്കണം, തമാശ. നല്ല വേന എടുക്കണം. അതാണ് ഞാൻ കളിക്കാത്തതാ. ഫേക്ക് സ്ക്രിപ്റ്റ് നായിന്റെ എടാ എന്റെ തോല് പോയിട്ട് കൈ പിടിക്കല് തോല് പൊന്തു. എവിടെ കാണിച്ചു കൊടുക്കണം നാറി, എനിക്ക് കാണുന്നില്ല. അയ്യോ എല്ലാം കാണിക്കല്ലേ, അയ്യോ എന്റെ എല്ലാം കാണിക്കല്ലേ. തോല് പോയത് കാണിച്ചു കൊടുക്ക. അയ്യോ എന്റെ കുണ്ടിയാണെന്ന്. ചോന്നിട്ടാണ്ടാ നാറികളെ. ഫേക്ക് ആക്ടിങ് ആണോ നാറികളെ. ചട്ടത്തിന്റെ എടാ എന്റെ ഉമ്മ സത്യം ഫേക്ക് അല്ല, എന്റെ ഉമ്മ സത്യം എന്റെ പൊള്ളിന് തോല് പോയി. എന്റെ ഉമ്മ സത്യം ഇങ്ങനത്തെ വേണ്ട, ഞാൻ വേറെ നോക്കടാ. അല്ല ഇങ്ങനത്തെ വേണ്ട. ഇത് ഭയങ്കര ഡേഞ്ചർ. അല്ലല്ല ഇങ്ങനത്തെ എന്തായാലും വേണം. ഇനി എന്റെ അഭിപ്രായം ഞാൻ പറയാം, ഇങ്ങനത്തെ എന്തായാലും വേണം. അടുത്ത തെറി വിളിക്കുന്നവന് ഇത് എന്തായാലും വേണം. ഇതേ ചൂട് തന്നെ വേണം. ഈ ചൂടില് കുറയരുത്. ഇതേപോലെ കല കയറണം, പാട് വരണം. മോശമല്ലേ അസ്പാക്ക്, നീ ഇങ്ങനെ അവന്റെ അടുത്ത് കാണിക്കണം. എടാ 2 മിനിറ്റ് വെച്ചിട്ടുടാ. ഞാൻ നിന്റെ കൈ പിടിച്ച് മാറ്റിയല്ല, എന്നിട്ട് നീ എന്താ വെച്ച് ഇവിടുത്തെ ഇതെന്താടാ പിന്നെയും ഫേക്ക് എന്ന് പറഞ്ഞ. അപ്പൊ നിങ്ങൾ ഈ പാട് കണ്ടില്ലടാ നാറികളെ. കാണുന്നില്ലടാ, കാണുന്നില്ല. എനിക്കൊന്ന് കുണ്ടി മാത്രം. എന്താണ് അതിനെന്താ കുണ്ടി കൈയിടുന്നത്? ഒരവസരം കിട്ടിയപ്പോ മുതലാക്കാൻ നോക്കിയാ ശരിക്കും കാണുന്നില്ല. അപ്പൊ ആ പാട് അപ്പൊ ഞാൻ ഈ അനുഭവിച്ചല്ല എന്തിനാ നാറികളെ. ഇത് അപ്പൊ ഫേക്ക് സ്ക്രിപ്റ്റ് എന്ന് പറയാൻ ഇവര് ഞാൻ ഈ അനുഭവിച്ചത്. ഇതെന്തിന്റെ ഉള്ളിലിടുന്നേ? ഇതാരതിന്റെ ഉള്ളിൽ ഐസ് ഇട്ടാ? വെള്ളം അവിടെ ഒന്ന് സ്ട്രീം കണ്ടിന്യൂ ചെയ്ത് ഒരു 5 മിനിറ്റ്. പുതിയ ന്യൂ ഇയർ ഇങ്ങനല്ലേ ചെയ്തോ. ചെയ്തോ ചെയ്തോ. അങ്ക് മൂട് പോയടാ. അങ്കി ഇവരോടുള്ള ഇഷ്ടപ്പോയത് പാടല്ലടാ നാറികളെ. നീ അങ്ങോട്ട് കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തേ. ഒന്നും അറിയിക്കും. ഈ ഫേക്ക് എന്ന് പറഞ്ഞ ആൾക്കാരെ ഇതൊന്ന് കാണിച്ചു കൊടുത്തേ. വേണ്ട, ഇനി എന്റെ കുണ്ടിയൊക്കെ കാണിക്കാൻ കഴിയില്ല. ഞാൻ കുണ്ടി പാലാരി വട്ടത്തുള്ള കുണ്ടൻ കാണിക്കാൻ വേണ്ടിട്ട് ചാലൊന്നും കാണിക്കല്ല. ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുത്താ പോരെ. ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുത്താ പോരെ. സൂം ചെയ്യടാ നാറി. ഇതെന്താ ഞാൻ കുണ്ടി അടിച്ച് നിൽക്കാൻ ഞാൻ വെടിയാ? അല്ല ഞാൻ ചോദിക്കുന്നത് ഇതെന്താ ഇവർ കുണ്ടന്മാരാ? ഇതെന്താ ഇത് കുണ്ടി കാണാൻ വന്നവന്മാരാ? ഇതാണ് കുണ്ടി ലൈവ് അല്ലേ? നാളെ തൊട്ട് ലൈവിൽ നിന്ന് ലീവ് എടുക്കണം. ഇങ്ങനത്തെ പണിഷ്മെന്റുകൾ വേണോ? അതാ ഞാനും പറഞ്ഞത്. ഇത് ഭയങ്കര ഓവർ അല്ല. ഒരിക്ക ഒരു പണിഷ്മെന്റ് കിട്ടിയാക്ക് പിന്നെ പണിഷ്മെന്റ് ഇല്ല. അതാണ് പുതിയ റോള്. പുതിയ റോള്. ഒരിക്കൽ ഒരു പണിഷ്മെന്റ് ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ പണിഷ്മെന്റ് ഈ പൊള്ളലങ്ങനെ ഇതിന്റെ സ്പ്രേ എന്തോ ഇല്ലേ? പേസ്റ്റ് ഇട്ടാ കൂടുതൽ പൊള്ളും. എടുത്തിട്ടോ കുറച്ച് മുളക് പൊടി എടുത്തിട്ട്. അല്ല മഞ്ഞപ്പൊടി ഇട്ടാ മതി. മഞ്ഞപ്പൊടി ഞാൻ ഞാൻ സത്യം എന്താ വിചാരിച്ചറിയോ? നീ ചെറുതായിട്ട് അല്ല നീ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചതാക്കണം. അല്ല ഞാൻ വിചാരിച്ചെന്താ അറിയോ? ഞാൻ വിചാരിക്കുന്നത് എന്താ അറിയോ? ഒറ്റപ്പെടുത്തുന്നല്ലടാ. നമ്മള് തമാശക്ക് പലതും ചെയ്യും. അതുപോലെയല്ല നീ സീരിയസ് ആയിട്ട് തമാശക്ക് ഇത്രക്ക് ഒരാളെ വെക്കാൻ ഞാൻ പറയോ? കണ്ടിന്യൂ ഞാൻ ചെയ്തോളാം.
അല്ലല്ല ഇങ്ങനെ ഇത്ര ഇത് ഞാൻ ഇപ്പൊ വരാം. ഷമീർ ഓവർ ഞാൻ അല്ലാടെ പേസ്റ്റ് ആടാ ഞാൻ ഇതാണ് വരാത്തക്ക് ഇല്ലടാ ഞാൻ ഇല്ലടാ ഇവരെ പുതിയ കിങ്ങിനെയും വെച്ചിട്ട് എന്താ വെച്ചാൽ ചെയ്യട്ടില്ല നീ അല്ല പുതിയ കിങ് പോയിട്ടിരുന്നോ എന്നെ വേണ്ട വെളി നാറുകൾ ഇല്ലില്ല അവിടെ തൊടണ്ട അധികം ഇതെന്താ ഇപ്പൊ ഞാനായ കുറ്റക്കാരൻ നല്ല കട്ടിക്ക് ഇവർക്ക് ഇവർ തോന്നുന്ന പോലെ ഇവർ എന്തെല്ലോ പറയും ഇന്നലെ അവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവരൊക്കെ എന്നെ അത്ര ഇതാക്കിയടാ മതിടാ മതി 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 ഷമീർ ഓവർ എന്നാ പിന്നെ എന്നാ പുതിയ നിങ്ങളെ ആളുണ്ടല്ലോ പുതിയ ആള് ചെയ്യട്ടെ മതി 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 അച്ഛാ ഇത് ഭയങ്കര പൊള്ളുന്ന വേസ്റ്റല്ലേ ഇതെന്താ ഇത് പൊള്ളല് കൂടുന്നത് ഇത് വെറുതെ ആക്കുന്നതെന്ന് ഞാൻ ഷഡ്ഡി ഊരണം നിങ്ങൾ പറയണേ എന്നെ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ എന്നാ സ്നേഹിച്ചിട്ടുള്ളത് എന്നെ എന്ന് നീയൊക്കെ പറഞ്ഞിട്ടേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് കടന്നതാ എന്നെ പറയട്ടെ എന്നെ എന്തും പറയും അതുകൊണ്ട് എനിക്കിത് കുഴപ്പമൊന്നും എന്റെ ലൈഫ് എന്നെ പറയട്ടെ പിന്നെ എനിക്ക് ഇതെന്ത് പ്രശ്നം അതൊന്നും കുഴപ്പമില്ല ഞാൻ ഇടപെടുന്നില്ല ഞാൻ പാമ്പാ ഞാനതിന്റെ പണ്ടത്തെ പാമ്പ് ഇവർക്ക് തോന്നുമ്പോ ഇവർ എല്ലാം പോച്ചടാ എല്ലാമേ പോച്ച് നാളെ മുറം വെക്കറാ എടാ എനിക്ക് ഇരിക്കാൻ പറ്റും തോന്നില്ല കേട്ടാ പാള വെക്കാം ഇരുന്നോ